I hear the sounds of your heartbeat. I can hear it now. I can hear it now. I hear the sounds. I can hear it now. Hello. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ മംഗ്ലീഷ് മൊമെൻറ്റ്സ്. എൻ്റെ പേര് മീര. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പ്രോബബ്ലി നിങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു LED ഫേസ് മാസ്ക് ആണ്. ഒരു LED ഫേസ് മാസ്ക് കാണാമോ? അപ്പോൾ ഇത് ഞാൻ സെൻസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ LED ഫേസ് മാസ്ക് ആണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഈ LED ഫേസ് മാസ്ക് ഇപ്പോൾ ഒരു ഹൈപ്പാണല്ലോ അല്ലേ. കുറേ കാലമായിട്ട് LED ഫേസ് മാസ്ക് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് ഒക്കെ നമ്മൾ കുറേ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു LED ഫേസ് മാസ്ക് ആണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇത് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സെൻസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ LED മാസ്ക് ഞാൻ വാങ്ങിയത് ആർഗോസ് എന്നാണ്. ഇത് ബൂട്ട്സിലും ആർഗോസിലും എനിക്കൊന്ന് ലുക്ക് ഫെൻറ്റാസ്റ്റിക് എന്ന് പറയുന്നൊരു ഓൺലൈൻ ഇതുണ്ട്, ഷോപ്പുണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ അവൈലബിൾ ആണിത്. അപ്പോൾ ഇത് എൻ്റെ നോർമലായിട്ടുള്ള റേറ്റ് 138 പൗണ്ട്സ് ആണ്. അപ്പം ഞാൻ വാങ്ങിയത് 100 പൗണ്ട്സിനാണ്. ആർഗോസ് എന്നാണ് വാങ്ങിയത്. അപ്പോൾ ഇതിന് സെയിൽ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ വാങ്ങിയത്. ഇത് ക്രിസ്മസ് ടൈമിലൊക്കെ എനിക്ക് തോന്നുന്നത് സെയിലിൽ 60 പൗണ്ട്സ് വരെയൊക്കെ വരാറുണ്ട്. അപ്പം നാട്ടിലെ 100 പൗണ്ട്സ് എന്ന് പറയുമ്പോൾ നാട്ടിലെ ഒരു 10,000 റുപ്പീസ് അത്രയും വരും ഇതിന്. ഇത് നൈക്കയിൽ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ നാട്ടിൽ വന്ന സമയത്ത് നൈക്കയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഡിഫറെൻറ്റ് ബ്രാൻഡ്സിൻ്റെ LED മാസ്ക് ഉണ്ട്. 750 റുപ്പീസ് മുതൽ എനിക്ക് തോന്നുന്നു 2,500 3,000 റുപ്പീസോ അങ്ങനെ എന്തോ റേഞ്ചിലാണ് നൈക്കയിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് വാങ്ങുമ്പോൾ കുറച്ച് ക്വാളിറ്റി ഉള്ള ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ്സൊക്കെ വാങ്ങി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കാരണം ഇതിന് നമ്മളുടെ ഐസൈറ്റിനെയൊക്കെ എഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നല്ല ബ്രാൻഡിനെ വാങ്ങിച്ച് യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഈ സെൻസിൻ്റെ LED മാസ്കിൽ ആക്ച്വലി 4 കളർ ലൈറ്റ്സ് ആണുള്ളത്. ബ്ലൂ, യെല്ലോ, പേർപ്പിൾ ആൻഡ് റെഡ്, അങ്ങനെ 4 എണ്ണമാണുള്ളത്. ഇതിന് 2 മോഡുണ്ട്, ഒന്ന് മാനുവലും ഒന്ന് ഓട്ടോമാറ്റിക്കും. അപ്പോൾ ഞാൻ വായിക്കാം ഈ ഓരോ ലൈറ്റിൻ്റെയും പ്രത്യേകത എന്താണെന്ന്. ഇതിനകത്ത് ഇവരിങ്ങനെ കുറേ അധികം ലൈറ്റ്സ് ഓഫർ ചെയ്യുന്നുണ്ട് പല ബ്രാൻഡുകൾ. ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്, പേർപ്പിൾ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ആക്ച്വലി റെഡും ബ്ലൂവും മാത്രമേ കുറച്ചെങ്കിലും ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു സ്റ്റഡി നടത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ളതിനൊന്നും അങ്ങനെ സയൻറ്റിഫിക് ആയിട്ടുള്ള റിസൾട്ട്സ് ഒന്നും ഇല്ല. അപ്പോൾ ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ബ്ലൂ ലൈറ്റാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അത് ശരിക്കും നമ്മുടെ മുഖത്തെ ആക്നെ കോസിങ് ബാക്ടീരിയസിനെ കില്ല് ചെയ്യാനായിട്ട് നല്ലതാണ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇത് അവർ പറഞ്ഞിരിക്കുന്നത് ബ്ലൂ ലൈറ്റിലാണെങ്കിൽ റെഡ്യൂസ് ഓയിൽ പ്രൊഡക്ഷൻ ഇൻ സ്കിൻ, ഹെൽപ്പ് ഇംപ്രൂവ്സ് ക്ലാരിറ്റി ആൻഡ് ടെക്സ്ചർ, ഗ്രേറ്റ് ഫോർ ബ്ലമിഷസ്. അപ്പോൾ നമുക്ക് ആക്നെ പ്രോൺ സ്കിന്നുള്ള ആളുകൾക്ക് ബ്ലൂ ലൈറ്റ് നല്ലതാണ്. റെഡ് ലൈറ്റ് ആൻറ്റി ഏജിങ്ങിന്, അതായത് റിങ്കിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കൂടുതലുള്ളത്. ഞാൻ റെഡ് അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. യെല്ലോ പറയുന്നത് ലിംഫാറ്റിക് ഡ്രെയിനേജ്, സ്കിൻ ഇലാസ്റ്റിസിറ്റി ഒക്കെ കൂട്ടാൻ നല്ലതാണ്, അതുപോലെ തന്നെ ഗ്ലോ ഒക്കെ കൂട്ടാനായിട്ട്. ഈ പേർപ്പിൾ ആക്ച്വലി പറയുന്നത് സ്കിൻ പിഗ്മെൻറ്റേഷൻ പോകാനും സ്കിൻ ഇംപെർഫെക്ഷൻസ് പോകാനുമാണ് നല്ലതെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് ബ്ലൂ ലൈറ്റാണ്. ബ്ലൂ ലൈറ്റ് ഞാനൊരു വീക്കിലി ഒരു 3 പ്രാവശ്യം ഒക്കെ യൂസ് ചെയ്യും. ഇവർക്കൊരു ചാർട്ടുണ്ട്. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് വൺസ് എ വീക്ക്, പിന്നെ ട്വൈസ് എ വീക്ക്, ത്രൈസ് എ വീക്ക്, അങ്ങനെ നമ്മൾ പതിയെയാണ് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ എത്ര പ്രാവശ്യം ഫ്രീക്വൻസി ഒക്കെ കൂട്ടിക്കൊണ്ട് വരുന്നത്. അപ്പം ഞാൻ ആക്ച്വലി ബ്ലൂ ആണ് യൂസ് ചെയ്യുക. ഞാനൊരു 5 to 6 മിനിറ്റ്സ് എവറി അതർ ഡേ ബ്ലൂ ലൈറ്റ് യൂസ് ചെയ്യും. പിന്നെ വൺസ് ഒരു വീക്കിൽ ഇവരുടെ ഓട്ടോമാറ്റിക് മോഡ്, അത് 15 മിനിറ്റ്സ് ഉള്ള ഒരു ഓട്ടോമാറ്റിക് മോഡാണ്. ഇവർ പറയുന്ന മാക്സിമം 10 മിനിറ്റ്സ് ആണ് നമുക്ക് മാനുവൽ മോഡിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓട്ടോമാറ്റിക് മോഡിൽ 15 മിനിറ്റ്സ് ആണ്. ഈ 4 ലൈറ്റിൻ്റെയും കോമ്പിനേഷൻസ് ആയിട്ടാണ് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. 4 ലൈറ്റും ഉണ്ടാവും. അപ്പോൾ വൺസ് എ വീക്ക് ഒരു 15 മിനിറ്റ്സും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഇതെന്താണെന്ന് നമുക്കതെങ്ങനെയാണെന്ന് തുറന്ന് കാണാം. ഇതൊരു അൺബോക്സിങ് അല്ല കേട്ടോ. ഇത് ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ഞാനിതിങ്ങനെ പാക്ക് ചെയ്ത് വെക്കാറുണ്ട്. എനിക്ക് അതിൻ്റെ പാക്കേജിങ് ഒക്കെ ഇഷ്ടമാണ്. അപ്പം നമ്മൾ ആ പുറത്തെ കവർ തുറന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാം ഒരു പെങ്കൊച്ച് മാസ്ക് ഒക്കെ പിടിച്ച് നിൽക്കുന്നത്.
അവർ പറയുന്ന പ്രൊഫഷണൽ LED മാസ്ക് എന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊരു പ്രൊഫഷണൽ LED മാസ്ക് അല്ല. അപ്പോൾ നമ്മളൊരു സലൂണിൽ പോയിട്ട് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഭയങ്കര കൂടുതലാണ് ഈ ലൈറ്റിൻ്റെ. അപ്പോൾ ഞാൻ ആക്ച്വലി മൈക്രോഡെർമാവേഷൻ ഫേഷ്യൽ കുറേ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ നാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് PCOD ഉള്ളത് കൊണ്ട് എനിക്ക് ഈ ആക്നെ ഭയങ്കരമായിട്ട് വന്നിട്ട് ചില സമയത്ത് ഇങ്ങനെ മുഖം മുഴുവൻ അങ്ങ് ക്ലോഗ് ചെയ്തിട്ട് നമ്മൾ ഈ പാറയിലൊക്കെ തുടത്തില്ലേ, അതുപോലെ ഇരിക്കും ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതുപോലത്തെ ടെക്സ്ചർ മാറും. ആ സമയത്ത് ഞാൻ അങ്ങനെ വന്ന സമയത്ത് ഞാൻ ഇവിടെ ഒരു ബാൽസാൽക്കോമണിൽ ഒരു ട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു സലൂണുണ്ട്. അപ്പോൾ അവിടെ 2 പെൺപിള്ളേർ കൂടി നടത്തുന്ന കേട്ടോ. അവിടെ ഞാൻ പോയിട്ട് മൈക്രോഡെർമാവേഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ 2 മാസ്കാണ് തരുന്നത്. ഒന്ന് LED മാസ്കും പിന്നെ ഒന്നെന്ന് പറയുന്നത് ഈ ജെൽ മാസ്കുമാണ്. അപ്പോൾ അവരെനിക്ക് കൂടുതൽ തരുന്ന LED മാസ്കാണ്. അപ്പോൾ അതിന് ഭയങ്കര ഇൻറ്റൻസിറ്റിയാണ്. അപ്പോൾ അവരാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതൊരെണ്ണം വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെയാണ് ഞാനത് വാങ്ങുന്നത്. അപ്പോൾ അവരുടേതിൻ്റെ ഭയങ്കര ഇൻറ്റൻസിറ്റി കൂടുതലാണ്. പിന്നെ ഒരു കാര്യം ഉള്ളത് ഇതിൻ്റെ ബ്ലൂ ലൈറ്റ് നമ്മുടെ ഐസൈറ്റിനെയൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ യു ഹാവ് സം സോർട്ട് ഓഫ് ഐ പ്രൊട്ടക്ഷൻ. അപ്പോൾ ഞാൻ 2 രീതിയിലുള്ള ഐ പ്രൊട്ടക്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ ഓട്ടോമാറ്റിക് മോഡിൽ യൂസ് ചെയ്യുമ്പം ഇതുണ്ടോ, ഇതൊരു ഗോഗിൾസാണ്. ഈ ലേസർ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വെക്കുന്ന ഒരു ഗോഗിൾസാണിത്. ഒന്നും കാണില്ല, ഫുൾ ബ്ലാക്ക് ആയിട്ടായി പോകും. അപ്പോൾ ഇത് ഞാൻ വെക്കാറുണ്ട്. ഈ 15 മിനിറ്റ്സിൻ്റെ ചെയ്യുന്ന സമയത്ത് ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കോട്ടൺ പാഡ്സ് ഉണ്ടല്ലോ, കോട്ടൺ പാഡ്സ് യൂസ് ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഈ റീയൂസബിൾ ആയിട്ടുള്ളൊരു കോട്ടൺ പാഡ്സാണ്. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് തുറന്ന് കാണാം. തുറന്നു കഴിയുമ്പോൾ ഇതാ ഇതിനൊരു പാക്കേജിങ് ആണ് വരുന്നത്. ഇതിനകത്ത് എല്ലാം ഉണ്ട്, ഞാൻ ഒന്നും കളഞ്ഞിട്ടില്ല. അവരുടെ മാനുവൽസ് ഉണ്ട്, അവരുടെ കാർഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇവർ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ യൂസ് ചെയ്യണമെന്ന്. വീക്ക് 1ൽ വൺസ് എവറി 3 days 3 ദിവസം കൂടുമ്പോൾ 5 മിനിറ്റ് യൂസ് ചെയ്യുക. വീക്ക് 2ൽ യൂസ് വൺസ് എവറി 2 days 2 ദിവസം കൂടുമ്പോൾ 5 മിനിറ്റ് യൂസ് ചെയ്യുക. വീക്ക് 3 എന്ന് പറയുമ്പം യൂസ് വൺസ് എവറി 2 days നോ മോർ ദാൻ 10 minutes. അപ്പോൾ അതായത് നമുക്ക് 2 ഓൾട്ടർനേറ്റ് ഡേയ്സിൽ യൂസ് ചെയ്യാം, 10 മിനിറ്റ് യൂസ് ചെയ്യാം. വീക്ക് 3 ആകുമ്പോഴത്തേക്കും. വീക്ക് 4 വേണമെങ്കിൽ നമുക്ക് എവറി ഡേ യൂസ് ചെയ്യാം, പക്ഷേ നോ മോർ ദാൻ 10 minutes. പിന്നെ നമ്മൾ മാനുവൽ മോഡിലിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും 10 minutes കൂടുതൽ യൂസ് ചെയ്യരുത്. ഇവരതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് നോർമലി എല്ലാത്തിൻ്റെയും സെയിം ആയിരിക്കും കേട്ടോ, വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല ഇതിൻ്റെ. ഞാൻ 15 മിനിറ്റ്സ് സലൂണിൽ പോയി ചെയ്തിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് പോലും ഞാൻ ഈ ഓരോ സ്റ്റെപ്പും എടുത്തിട്ടാണ് പോയത്. ഇതാണ് മാസ്ക്. ഇപ്പോൾ അകത്ത് എങ്ങനെയായിരിക്കും. ഇതിനകത്ത് നമുക്ക് ചെറുതായിട്ട് കാണാം, ചെറിയ ലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ അടുത്ത് വന്ന് നോക്കുമ്പം ചെറിയ LED ലൈറ്റ്സ് കാണാം. ഇതാണ് മാസ്ക്. ഇതിനൊരു സ്ട്രാപ്പാണ് നമ്മൾ തലയിൽ കെട്ടുന്നത്. അപ്പോൾ അവർ പറയുന്നത് ചെവിയുടെ മുകളിൽ കൂടെ ഇട്ട് കെട്ടുവാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും, ഈസി ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ കൂടെ ഒരു കേബിളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു മോഡ് സെലക്ടർ, ഒരു റിമോട്ട് പോലത്തെ ഒരു സാധനമുണ്ട്. റിമോട്ടല്ല, ഒരു മോഡ് സെലക്ടർ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മോഡ് 1, മോഡ് 2, മോഡ് 3, മോഡ് 4 പിന്നെ ഓട്ടോമാറ്റിക് മാനുവൽ, അങ്ങനെ 2 സ്വിച്ചാണുള്ളത്. നമ്മൾ പവർ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം ഐ തിങ്ക് റെഡ് ലൈറ്റാണ് വരുന്നത്. നമ്മൾ പവർ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് റെഡ് ലൈറ്റാണ് വരുന്നത്. പിന്നെ ബ്ലൂ, യെല്ലോ, പേർപ്പിൾ അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഇതിൽ പ്രസ് ചെയ്താൽ നമുക്ക് ഓട്ടോമാറ്റിക് മാനുവൽ എടുക്കാം. കാണാമോ? ഈ മുകളിലത്തെ ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 4 മോഡ് നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഇത് ഓട്ടോമാറ്റിക്കല്ലേ മാനുവലിലേക്ക് മാറ്റാനായിട്ട്. ഇവിടെ തന്നെ ഒരു ചാർജിങ് കേബിളും ഉണ്ട്. ചാർജിങ് കേബിൾ വരും. ഇതിപ്പോൾ ഞാൻ ഒരു 4 months ആയി ചാർജ് ചെയ്തിട്ട്. നമ്മൾ ഒരു പ്രാവശ്യം ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ നാളത്തേക്ക് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനകത്ത് തന്നെ ഞാൻ 2 പാഡ്സ് വെച്ചിട്ടുണ്ട്, റീയൂസബിൾ പാഡ്സാണ്. അപ്പോൾ അതെനിക്കിങ്ങനെ കണ്ണിൽ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് എനിക്ക് ഇത് മാസ്ക് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതുള്ളത്. അപ്പം മേക്ക് ഷുവർ എന്തെങ്കിലും ഒരു ഐ പ്രൊട്ടക്ഷൻ വെക്കുക, മസ്റ്റായിട്ട് വെക്കുക. ഇവർ പറയുന്നത് ജസ്റ്റ് നമ്മൾ കണ്ണടച്ചിരുന്നാൽ മതി എന്നാണ്. ഈവൻ കണ്ണടച്ചിരുന്നാൽ പോലും നമുക്ക് ഈ കളേഴ്സ് ചേഞ്ച് ചെയ്യുന്നത് കാണാൻ പറ്റും കണ്ണടച്ചിരിക്കുമ്പോൾ പോലും. അപ്പോൾ അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു ഐ പ്രൊട്ടക്ഷൻ. ഇതും നല്ലതാണ് കേട്ടോ, കോട്ടൺ പാഡ്. അതും നമ്മൾ കണ്ണിലേക്ക് വരുന്ന ലൈറ്റ് ബ്ലോക്ക് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. ഇതൊരു റീയൂസബിൾ കോട്ടൺ പാഡ്സാണ്, നമ്മൾ വാഷ് ചെയ്തെടുക്കുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുക ഇതാണ്.
ഗോഗിൾസ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇനി ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മളിതാ ഈ മാസ്ക്, ഞാനിപ്പം എൻ്റെ മുഖത്ത് മേക്കപ്പ് ഉണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് പറയേണ്ടത്, നമ്മൾ മുഖം ക്ലീൻ ചെയ്ത് മേക്കപ്പൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തൊക്കെ നല്ല വൃത്തിയായിട്ട് വരില്ലേ. നമ്മൾ ടോണർ ഇടുന്നതിന് മുമ്പ് നമ്മൾ ക്ലീൻ ചെയ്ത് ക്ലെൻസ് ചെയ്തതിന് ശേഷം ടോണർ ഇടുന്നതിന് മുമ്പ് തന്നെ യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ് കേട്ടോ. ടോണർ ഒന്നും ഇട്ടിട്ട് യൂസ് ചെയ്യരുത്. അപ്പോൾ ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഈ കേബിള് നമ്മുടെ മോഡ് സെലക്ടറിലേക്ക് കണക്ട് ചെയ്യണം. ഇപ്പോൾ ഇതൊരു മൈക്രോ USB ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമ്മളത് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തിട്ട് ഞാനതിപ്പോൾ ഓണാക്കുന്നില്ല, പക്ഷെ ഞാനത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും, മുഖമൊക്കെ ക്ലീൻ ചെയ്തിട്ട്. ഒന്നെങ്കിൽ ഇത് വെച്ചിട്ട് അല്ലെങ്കിൽ ഗൂഗിൾസ് വെച്ചിട്ട് നമുക്ക് ഇത് നമ്മളുടെ മുഖത്ത് ഫിറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ മോഡ് സെലക്ടർ എടുത്ത് ഇത് ചൂസ് ചെയ്യാവുന്നതാണ്, ഏത് വേണം എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ മുഖമൊക്കെ കഴുകിയിട്ട് വന്നു. അപ്പോൾ ഇനി ഈ മാസ്ക് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ലൈറ്റ്സ് ഇങ്ങനെ വരുന്നത് നോക്കാം. അപ്പം ഇതാണ് ഇവിടെ ഓൺ ചെയ്യാനുള്ളത്. അറിയില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു. അപ്പോൾ റെഡ് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ മോഡ് നമുക്ക് റെഡാണ് കിട്ടുന്നത്. ബ്ലൂ, യെല്ലോ, പർപ്പിൾ. അപ്പോൾ ഇതാണ് 4 ലൈറ്റ്സ് ഉള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് മുഖത്ത് വെച്ച് കാണാം. ഇത് കംഫർട്ടബിൾ ആണോ എന്ന് ചോദിച്ചാൽ കംഫർട്ടബിൾ ആണ്. കംഫർട്ടബിൾ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു ഫീലിംഗ് ഉണ്ട്. ഇത് കറക്റ്റ് നമ്മുടെ ഫേസിൻ്റെ സൈസൊന്നും അനുസരിച്ചായിരിക്കില്ല കേട്ടോ. ഇതൊരു കോമൺ ആയിട്ടുള്ള സൈസല്ലേ. അപ്പോൾ ഇത് വെച്ച് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും എടുക്കുക. ഈ ഞാനിത് കണ്ണടച്ച് കഴിഞ്ഞ് നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്നല്ലേ. അപ്പം ഈ കേബിൾ കണക്ട് ചെയ്യുന്ന സൈഡിലുള്ളതാണ് എൻ്റെ മോഡ്സ്, താഴെയുള്ളത് മാനുവൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്. അപ്പം ഓൺ ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് റെഡ് വന്നു. ഞാൻ സാധാരണ വെക്കുന്ന ബ്ലൂ ആണ്. ഇനി ഒന്നുകൂടെ പ്രസ് ചെയ്യുക, യെല്ലോ ആയി. ഒന്നുകൂടെ പ്രസ് ചെയ്യുക, പേർപ്പിളായി. ഒന്നുകൂടെ പ്രസ് ചെയ്യുക, ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ഒന്നുകൂടെ ലോങ് പ്രസ് ചെയ്ത് ഇത് ഓണായി കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് വേണമെങ്കിൽ മാനുവൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കിലേക്ക് പോകണമെങ്കിൽ ഞാൻ ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആവും. എന്നിട്ട് ഇതിങ്ങനെ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഈ 4 ലൈറ്റ്സും യൂസ് ചെയ്യും ഓട്ടോമാറ്റിക്കിൽ. അതിലൊന്നുകൂടെ പ്രസ് ചെയ്താൽ മാനുവൽ ആവും. എന്നിട്ട് നമുക്ക് യെല്ലോ, പേർപ്പിൾ, ഓഫ് നമുക്ക് ഓഫ് ചെയ്തു. കോട്ടൺ പാഡ്സ് വെച്ചിട്ടുള്ളത് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇനി മറ്റേ ഗൂഗിൾസ് ഞാൻ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ ഈ ഗൂഗിൾസ് വെച്ച് കഴിയുമ്പോഴേ നമ്മൾ കണ്ടോ, അപ്പോൾ നമ്മൾ ഈ ഗൂഗിൾസ് വെക്കുമ്പോൾ നമ്മൾ ആദ്യം ഗൂഗിൾസ് വെക്കണം. അപ്പോൾ ഇത് എടുത്തു. ഓക്കെ, പിന്നെ നമുക്കൊന്നും കാണാൻ പറ്റില്ല. പിന്നെ തപ്പിത്തിരഞ്ഞ് പോയിട്ട് നമ്മുടെ മാസ്ക് എടുക്കുക. ഇപ്പം നമ്മളുടെ കണ്ണിൻ്റെ പോർഷൻ വളരെ ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. അത് വയ്ക്കുക, മാസ്ക് വയ്ക്കുക. ഇത് കിട്ടി. നേരത്തെ പോലെ തന്നെ ഈ കണക്ട് ചെയ്യുന്ന ഭാഗത്തുള്ള ബട്ടൺ ലോങ് പ്രസ് ചെയ്താൽ ഇത് ഓണാവും. അതിനുശേഷം നമ്മൾ 3 പ്രാവശ്യം ഞെക്കിയാൽ ഇത് ഓഫാവും. ഒന്നുകൂടെ ഞെക്കി ബ്ലൂ ആവും, യെല്ലോ, പേർപ്പിൾ, ഓഫ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നും കാണാൻ പറ്റുന്നില്ല. ബട്ട് ജസ്റ്റ് ഐ cannot see anything. You probably will be able to see it. എനിക്കൊന്നും അപ്പോൾ ഇത് വളരെ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഞാൻ ഈ നൈക്കിയിലൊക്കെ മാസ്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ മാസ്ക് ഈ ഹെയർ ബാൻഡൊക്കെ വെക്കുന്ന പോലെ, നമ്മുടെ കണ്ണാടി വെക്കുന്ന പോലെ ഇങ്ങനെ ചെവിയുടെ പുറകിലേക്ക് ഗോഗിൾസ് വെക്കുന്ന പോലെ വെക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അവർ കുറേ മാനുഫാക്ചറേഴ്സ് പറയുന്നുണ്ട് ഇത് കണ്ണിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന്. എനിക്ക് തോന്നുന്നു ഏതോ ഒരു മാനുഫാക്ചറർ, നിവിയയുടെ ആണോ, നിവിയല്ലോ, ഏതോ ഒരെണ്ണത്തിൻ്റെ അവർ റീകോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവരുടെ ഐസൈറ്റിന് പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മാനുഫാക്ചറേഴ്സൊക്കെ പറയുന്നത് നമ്മൾ ഇത് വളരെ ഇൻറ്റൻസിറ്റി കുറഞ്ഞതാണ്. അത് ഞാൻ ഉറപ്പായിട്ടും ഇൻറ്റൻസിറ്റി കുറഞ്ഞതാണ്. കാരണം ഞാൻ
പ്രൊഫഷണൽ ഈ സലൂണിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ ഈവൻ ഈ മാസ്ക് ഈ ഗോഗിൾസ് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് അവർ ആ മാസ്ക് നമ്മൾ മുഖത്തൊന്നുമല്ല വെക്കുന്നത്, അതൊരു സ്റ്റാൻഡാണ്, അതിൽ നിന്നാണ് ലൈറ്റ് അടിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പോലും ഇങ്ങനെ നമ്മളുടെ കണ്ണ് അടച്ചു വെച്ചിരിക്കുന്ന സാധനത്തിനുള്ളിലൂടെ ഈ കളർ ചേഞ്ച് ചെയ്യുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്ര ഇൻറ്റൻസിറ്റിയിലാണ് ഇത് വരുന്നത്. ഇതിനത്ര ഇൻറ്റൻസിറ്റി ഒന്നുമില്ല ഡെഫിനറ്റ്ലി, പക്ഷേ എങ്കിലും നമ്മളുടെ കണ്ണാണ്, നമ്മളുടെ കണ്ണിൻ്റെ ആരോഗ്യമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഐ പ്രൊട്ടക്ഷൻ വെക്കാനായിട്ട് മറക്കരുത്. ഡെഫിനറ്റായിട്ട് യൂസ് ചെയ്യുക. ഒരു കോട്ടൺ പാഡൊന്നും വെക്കുന്നതിന് ഒരു പാടുമില്ല. ഇതുപോലത്തെ വീഡിയോസ് ഞാൻ ഇനിയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനലിലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. Thank you for watching. Once again, Manglish Moments by Meera. I hear the sounds of your heartbeat.